ഹലോ. ഇപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ നാത്തൂൻ്റെ കുട്ടീനെ സ്കൂളിൽ നിന്ന് കൂട്ടാമെന്ന് വിചാരിച്ചു. ആ പോക്കാണ് ഈ കാണുന്നത്. ഈ കോലത്തിൽ വന്ന കുട്ടീനെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന പോലേ ഇല്ല. സ്കൂളിലേക്കുള്ള വഴി എനിക്കറിയില്ല. അമ്മ മറന്നാൽ എന്ത് ചെയ്യും? ഹൈവേയിൽ കൂടി പോകാതെ ഞങ്ങൾ പോക്കറ്റ് റോഡ് വഴി പോയതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ പ്രശ്നം വന്നത്. അങ്ങനെ ചോദിച്ച് സ്കൂളെത്തി. കുറേ നാളത്തെ ഒരു സ്കൂളിലേക്ക് കയറിയത്. അതുകൊണ്ടിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ തന്നെയുണ്ട്. കുട്ടികളുടെ ഒച്ചയും ബഹളവും കൂട്ടുകൂടിയുള്ള ഓട്ടവും ചാട്ടവും. ദാ ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശമായി. പിന്നെ നമ്മുടെ ആൾ ക്ലാസ്സിലിരുന്ന് നല്ല സ്നാക്സ് അടിയായിരുന്നു. എന്നെ കൂട്ടാൻ മാമിയും അമ്മയും വന്നിട്ടുണ്ടെന്ന് പറയാൻ പോയതാ കൂട്ടുകാരനോട്. ഇതാ സ്കൂളിലത്തെ കുട്ടികളുടെ ക്രാഫ്റ്റാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ ആണ് പറ്റിയ ദിവസം. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും, അത് ഉറപ്പാണ്. ഞാനൊന്നും സ്കൂളിൽ ഇതുപോലെ ക്രാഫ്റ്റ് ഒന്നും ചെയ്തുകൊണ്ടിട്ടില്ല. ഒരു പേപ്പർ വെച്ചിട്ടൊരു ഫ്ലാഗ് ഉണ്ടാക്കും, അത്ര തന്നെ. നാളെ സ്കൂളിൽ വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്ത് ഇപ്പോഴേ സല്യൂട്ട് ചെയ്ത് ആളോടി. എന്താ സന്തോഷം. എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴേക്കും ഷെയ്ക്ക് മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ടായിരുന്നു ഈ ഹോട്ട് ആൻഡ് ബണ്ണിനെ കുറിച്ചിട്ട്. അപ്പം ഞാനോർത്ത് അവിടെ പോകാമെന്ന്. കാരണം ഞങ്ങൾക്ക് അടുത്താണ്, പുന്നപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണത്. കുറച്ചുള്ളിലോട്ട് പോകണം, ഒരു ഹിഡൻ സ്പോട്ട് പോലെയാണ്. പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ട് തപ്പിപ്പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ഷെയ്ക്കിലൊന്നും ആളൊതുങ്ങാൻ തയ്യാറില്ല. ഷെയ്ക്കിന് താമസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആൾ ഐസ്ക്രീം തന്നെ ആദ്യം പറഞ്ഞു. പിന്നെ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോഴേക്കും 10 രൂപയുടെ അതിൽ അവൻ 100 രൂപയ്ക്കും അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ഫലൂഡ വന്നു, അതും നന്നായിരുന്നു. ഐസ്ക്രീം സ്ട്രോബെറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടിട്ട് അതാണ് എല്ലാത്തിലും ഇട്ടത്. ഐസ്ക്രീമിന് മധുരം കൂടുതലുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ബർഗറും കൂടി പറയാം പാമി എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ ബർഗർ. അവരവിടെ തന്നെ ബേക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള ബണ്ണായിരുന്നു. അതുകൊണ്ട് അതും നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ മോമോസും പറഞ്ഞു. ക്രീമി മോമോസാണ് പറഞ്ഞത്. അത്ര ക്രീമി ആയിരുന്നില്ല, പക്ഷെ എന്നാലും കൊള്ളായിരുന്നു. പക്ഷെ വായിലിട്ടപ്പോൾ അപ്പം തന്നെ എൻ്റെ വായ പൊള്ളി. ഇവിടെ തന്നെ എല്ലാം ബേക്ക് ചെയ്യുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ പപ്സും ബർഗറും പാഴ്സലും പറഞ്ഞു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.